Hello students, section 4.2 the inverse transform and transform of derivatives എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ എന്താണ്, ഇൻവേഴ്സ് പ്രൊസീജിയേഴ്സ് ആണ് അല്ലേ. അതായത് നമ്മളൊരു ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഇൻ്റഗ്രേഷൻ പ്രോസസ്സാണ്. അപ്പം ഇവിടെ എന്താണ്, നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് ടി എന്നുള്ളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്തിരുന്നത്, എൽ ഓഫ് എഫ് ഓഫ് ടി എന്നായിരുന്നു അല്ലേ. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് ടി എന്നാണ്. അതായത് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവിൻ്റെ കേസ് എടുക്കുന്ന അതേ ഫോം തന്നെ അല്ലെങ്കിൽ അതേ പ്രൊസീജിയർ തന്നെയാണ് എവിടെയും നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് കണ്ടു കഴിഞ്ഞാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ കുറച്ച് ബേസിക് ആയിട്ട് വരുന്ന ഫങ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്താണെന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ നമ്മൾ കുറച്ച് ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, എൽ ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 1/sൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്താണെന്ന് പറയാൻ പറ്റും. അതായത് 1 എന്തിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമാണ് നമുക്ക് പറയാൻ പറ്റും, 1നെ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 1/s ആക്കിയിട്ട് എഴുതിക്കൂടെ. ഓക്കെ, അതുപോലെ രണ്ടാമത്തേത് എന്താണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എൽ ഓഫ് ടി എന്തായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോം കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, 1/s² ആയിരുന്നു. അപ്പോൾ അവിടുത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² കണ്ടു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് പറയാം അല്ലേ. ഇനി മൂന്നാമത്തേത് നമ്മൾ ഇ റേസ് ടു മൈനസ് ടി ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, എൽ ഓഫ് ഇ റേസ് ടു മൈനസ് 3t വിച്ച് ഈസ് ഈക്വൽ ടു 1/s+3 ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇ റേസ് ടു മൈനസ് 3t എങ്ങനെ കിട്ടും, എൽ ഇൻവേഴ്സ് ഓഫ് 1/s+3 ചെയ്താൽ മതി അല്ലേ. അപ്പം ഇതാണ് ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അവരുടെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ അതിൻ്റെ വാല്യൂസ് പഠിച്ചു വെക്കാൻ വേണം. കാരണം എക്സാമ്പിൾസിലൊക്കെ അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പം ആദ്യത്തേതെന്ന് പറയുന്നത് 1 ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1/s. 1/sൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് 1 നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് വൺ, ടി റേസ് ടു എൻ ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു n+1. അവിടെ എന്നിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര ആയിരിക്കും. ആൻഡ് തേർഡ് കേസ് സൈൻ കെ ടി. ഓക്കെ, സൈൻ കെ ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് k/s² പ്ലസ് k². അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ അതായത് k/s² പ്ലസ് k² ഫോമിലൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞാൽ അത് സൈൻ കെ ടിൻ്റെ ഫോമിലേക്ക് നമുക്കതിനെ മാറ്റി എഴുതിയാൽ മതി. എക്സാമ്പിൾ വരുന്നുണ്ട്, അന്നേരം നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഈ ജനറൽ ഫോംസ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഫോർത്ത് തന്നിട്ടുള്ളത് ഇ റേസ് ടു എ ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1/s - a. ഫിഫ്ത്ത് വൺ ഈക്വൽ ടു cos kt is equal to L inverse of s/s² plus k². Sixth one, sin h kt equal to L inverse of k/s² minus k². Seventh one, cos h kt equal to L inverse of s/s² minus k². ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസുകളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഈ ഒരു 7 ഫങ്ഷൻസിൻ്റെയും ഇൻവേഴ്സ് ട്രാൻസ്ഫോംസ് നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പം എക്സാമ്പിൾസ് വരുന്ന ഫസ്റ്റ് എക്സാമ്പിൾ
എൽ ഇൻവേഴ്സ് ഓഫ് 1/s കാണാനാണ്. അപ്പോൾ 1/s നമുക്കറിയാം ഏത് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ്, എഫ് ഓഫ് ടി ഈക്വൽ ടു 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് 1/s. അപ്പോൾ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 1/s 1 ആണെന്ന് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ, ആ ഒരു ഫോർമുല നമുക്കറിയാവുന്നതുകൊണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലം എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁵5 കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/s⁵5 എന്നുള്ളത് ഏതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. s² ആണെങ്കിൽ ടീൻ്റെതാണ് നമുക്ക് പറയാമായിരുന്നു. ഇവിടെ s⁵5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം, നമ്മൾ പഠിച്ചിട്ടുള്ള ജനറൽ ഫോർമുല ഉണ്ട്, t⁴n = L ഇൻവേഴ്സ് ഓഫ് n⁴ s⁴n+1. ഓക്കെ, ഈ ഒരു ഫോമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടീൻ്റെ ഏത് പവറാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് പറയാൻ പറ്റൂലേ. അപ്പം s⁵5 ആണ്, അതായത് s⁴n+1 ആണ്. അപ്പോൾ s⁵5നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, L ഇൻവേഴ്സ് ഓഫ് 1/s⁴+1 എഴുതാം. പിന്നെ അവിടെ എന്താ ബാലൻസ് റിമെയിൻ ചെയ്യുന്നത്, ന്യൂമറേറ്ററിൽ ഒരു n⁴ വരണം. 5നെ നമ്മൾ 4+1 ആക്കി സ്പ്ലിറ്റ് ചെയ്തപ്പം അവിടെ n-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 4 ആണെന്നുള്ളത്. അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം, ഒരു 4 അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ s⁴+1 നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ കൊണ്ട് തീരൂല, ന്യൂമറേറ്ററിൽ ഒരു 4 നമ്മൾ ആഡ് ചെയ്തപ്പം ആ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. അപ്പം 1/4 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 4 ബൈ s⁴+1 എന്നുള്ളതാക്കിയിട്ട് നമുക്ക് 1/s⁴ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ 1/4 അവിടെ കോൺസ്റ്റൻ്റ് ആണ്, അത് അതേപോലെ റിമൈൻ ചെയ്യും. ബാലൻസ് എന്താണ്, L ഇൻവേഴ്സ് ഓഫ് 4 ബൈ s⁴+1, അതായത് t⁴n-ൻ്റെ ജനറൽ ഫോമായിട്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ n ഇവിടെ 4 ആയതിനെക്കൊണ്ട് നമുക്ക് t⁴ എന്നതിനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ L ഇൻവേഴ്സ് ഓഫ് 1/s⁵5 കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത എക്സാമ്പിളിലേക്ക് കടക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ 3, L ഇൻവേഴ്സ് ഓഫ് 1/s² കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1/s² ആണ്. s² ഒക്കെ ആയിരുന്നു, k² ആണെങ്കിൽ നമുക്ക് ജനറൽ ഫോർമുല അറിയാം അല്ലേ. അപ്പോൾ ആ ജനറൽ ഫോർമുല ഏതാണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അതായത് സൈൻ kt-ൻ്റെ ജനറൽ ഫോർമുല എന്തായിരുന്നു, L ഇൻവേഴ്സ് ഓഫ് k/s² ആയിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ എന്താ തന്നിട്ടുള്ളത്, ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിനോമിനേറ്റർ നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം. അതായത് s² k² എന്ന ഫോമിലേക്ക് എഴുതിക്കൂടെ, അതായത് ഇവിടെ 7ന് പകരം √7² എന്നാക്കിയാൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, s² k² ഫോമിൽ ഡിനോമിനേറ്ററിൽ കിട്ടും. പിന്നെ അവിടെ ബാലൻസ് എന്താ, ന്യൂമറേറ്ററിൽ ഒരു k-നെ കൊണ്ടുവരണം. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഇവിടെ L ഇൻവേഴ്സ് ഓഫ് 1/s² √7² എന്ന് എഴുതാം. അപ്പോൾ ഡിനോമിനേറ്റർ ശരിയായി. ന്യൂമറേറ്ററിൽ അവിടെ എന്താണ് കുറവുള്ളത്, ഒരു k-ൻ്റെ കുറവുണ്ട്. k ഇവിടെ √7 ആണ്. അപ്പോൾ ആ √7 അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു √7 അവിടെ ഡിവൈഡും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്നത് എന്താണ്, സൈൻ kt-ൻ്റെ ഫോമിലുള്ളതല്ലേ, അതായത് സൈൻ √7t ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ. അപ്പോൾ നമുക്ക് 1/√7 കോൺസ്റ്റൻ്റ് ആക്കി അവിടെ വെച്ചിട്ട് ഇൻറ്റു സൈൻ kt എന്നുള്ളത് k √7 ആണ്. അപ്പോൾ സൈൻ √7t എന്നാക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 1/s²+7ൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ 1/s²+7ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/√7 ഇൻറ്റു സൈൻ √7t ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്, L ഇൻവേഴ്സ് ഇസ് എ ലീനിയർ ട്രാൻസ്ഫോം. നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ലീനിയർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ L ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും എന്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ലീനിയർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് പറയാൻ പറ്റും, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിലും L ഇൻവേഴ്സ് ഓഫ് ആൽഫ f of s പ്ലസ് ബീറ്റ g of s എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് f of s പ്ലസ് ബീറ്റ ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് g of s എന്നാക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റപ്പ് ചെയ്ത് പറയാൻ പറ്റും. അതായത് ഇവിടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും എന്താണെന്ന് പറയാൻ പറ്റും,
ലീനിയർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലീനിയർ ട്രാൻസ്ഫോം ആണെന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ലീനിയാരിറ്റി ഹോൾഡ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ L ഇൻവേഴ്സ് ഓഫ് -2s + 6 ഡിവൈഡഡ് ബൈ s² + 4. അപ്പോൾ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കോമൺ ആക്കി എടുത്തുകൊണ്ട് സ്പ്ലിറ്റപ്പ് ചെയ്യുക. അങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? L ഇൻവേഴ്സ് ഓഫ് -2s ഡിവൈഡഡ് ബൈ s² + 4 പ്ലസ് L ഇൻവേഴ്സ് ഓഫ്, അതായത് ലീനിയർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്കിങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം, +6 ഡിവൈഡഡ് ബൈ s² + 4. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ L ഇൻവേഴ്സ് നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്ത് കൊടുക്കാം. പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 6/s² + 4 എന്നാക്കിയിട്ട് നമുക്കിതിനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ നമ്മൾ എവിടെയോ കണ്ട പോലെ ഉണ്ട് അല്ലേ, s² + 4 ആണ്. ന്യൂമറേറ്റർ എന്താ പറയുക, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ജനറൽ ഫോമിൽ ഏതെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ കിടക്കുന്ന കോൺസ്റ്റൻറ്റ് -2നെ പറിച്ച് പുറത്തെടുക്കാം. അപ്പോൾ -2 L ഇൻവേഴ്സ് ഓഫ് s/s² + 4 എന്ന് എഴുതാം, പ്ലസ് 6 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 6നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/s² + 4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ആദ്യത്തെ L ഇൻവേഴ്സ് ഓഫ് s/s² + 4 നോക്കിക്കഴിഞ്ഞാൽ അത് എന്തിൻ്റെ എന്താ പറയുക ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് s/s² + 4 എന്ന് വരുന്നത്, അതായത് s² + a² ഫോമിൽ അല്ലെങ്കിൽ k² ഫോമിൽ വരുന്നത് കോസ് KTൻ്റെതാണ്. അപ്പോൾ അവിടെ k എന്ന് പറയുന്നത് 2 ആയിട്ട് എടുക്കാം, കാരണം ഇതിന് നമുക്ക് -2 L ഇൻവേഴ്സ് ഓഫ് s/s² + 2², k എന്നുള്ളത് 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ s² + 2² എന്ന് എഴുതാം, പ്ലസ് 6 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ്, ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ s² പ്ലസ് എന്ത് എഴുതാൻ പറ്റും, 2² എന്ന് എഴുതാം അല്ലേ. അപ്പം മേലെ നമ്മളൊരു 2 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സൈൻ KTൻ്റെ ഇൻവേഴ്സ് ആക്കിയിട്ട് എഴുതിക്കൂടെ. അപ്പോൾ ഒരു 2 ഇവിടെ മേലെ ഇട്ട് കൊടുക്കുക, അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു 2 കൊണ്ട് ഡിവൈഡും ചെയ്ത് കൊടുക്കുക, നേരത്തെ നമ്മൾ എക്സാമ്പിളിലൊക്കെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെതാണ്, ഇത് കോസ് KTൻ്റെതാണ്, ഇത് സൈൻ KTൻ്റെതുമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, -2 കോസ് KT, k ഇവിടെ 2 ആണ്, അപ്പോൾ 2t പ്ലസ് 6/2 3 ആയിട്ട് മാറും, 3 സൈൻ KT, ഇവിടെ 2 ആയതുകൊണ്ട് സൈൻ 2t എന്നാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യം വിചാരിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇതുപോലെ നമ്മൾ അതിൻ്റെ ലീനിയർ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും പാർഷ്യൽ ഫ്രാക്ഷൻസും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. അതായത് മിക്കവാറും പ്രോബ്ലത്തിലും നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടിയിട്ട് അവിടെ പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതാണ് എക്സാമ്പിൾ, L ഇൻവേഴ്സ് ഓഫ് s² + 6s + 9 ഹോൾ ഡിവൈഡഡ് ബൈ s-1 ഇൻറ്റു s-2 ഇൻറ്റു s + 4. നമുക്ക് പെട്ടെന്നൊന്നും ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഹെൽപ്പോട് കൂടി ഇത് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഹെൽപ്പോട് കൂടി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളിതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ s² + 6s + 9 നമുക്ക് ഡിവൈഡഡ് ബൈ s-1 ഇൻറ്റു s-2 ഇൻറ്റു s + 4 എങ്ങനെ എഴുതാൻ പറ്റും, a/s-1 പ്ലസ് b/s-2 പ്ലസ് c/s + 4 ഇങ്ങനെ ആക്കിയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്റർ 1 ആക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഡിനോമിനേറ്റർ കൊണ്ട് ഈ ഒരു ഇക്വേഷൻ 1 ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 1 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ കോമൺ വരുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് പോവും. എവിടെ, റൈറ്റ് സൈഡിൽ. ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ നമുക്ക് s² + 6s + 9 മാത്രമായിട്ട് റിമെയിൻ ചെയ്യുകയും ചെയ്യും.
അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1നെ ഈ ഒരു ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പിന്നെ ബാലൻസ് x² പ്ലസ് 6x പ്ലസ് 9 മാത്രമേ ഉണ്ടാവുള്ളൂ. റൈറ്റ് സൈഡിൽ a ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 4, എസ് മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോയിണ്ടാവും, പ്ലസ് b ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 4, എസ് മൈനസ് 2 അവിടെ ക്യാൻസൽ ചെയ്ത് പോവും, പ്ലസ് സി ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 എന്ന് എഴുതാം. സീൻ്റെ ഡിനോമിനേറ്ററിൽ വന്ന എസ് പ്ലസ് 4 അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഇവിടെ എസിൻ്റെ വാല്യൂ 2 സെറ്റ് ചെയ്യാം. എസിൻ്റെ വാല്യൂ 2 കൊടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു എസ് മൈനസ് 2, അവിടെ 2 കൊടുത്താൽ 2 മൈനസ് 2 0 ആയിപ്പോവും. അപ്പോൾ 0 ഇൻറ്റു 0 എ ഇൻറ്റു 0 എന്ന് എഴുതാം. നെക്സ്റ്റ് ബി ഇൻറ്റു 2 മൈനസ് 1 1 ഇൻറ്റു 2 പ്ലസ് 4 6, അപ്പോൾ ബി ഇൻറ്റു 1 ഇൻറ്റു 6 എന്ന് വരും, പ്ലസ് സി ഇൻറ്റു ഇവിടെ ഒരു എസ് മൈനസ് 2 വരുന്നുണ്ട്, അത് 0 ആയിപ്പോവും. പിന്നെ ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ എസിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 2 കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഈക്വൽ ടു 25 ഈക്വൽ ടു ബി ഇൻറ്റു 6 എന്ന് കിട്ടും. അവിടുന്ന് ബീൻ്റെ വാല്യൂ എന്ത് കിട്ടും, 25 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളത് കിട്ടും. അപ്പോൾ ബീൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എസ്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുക, അതാണ് സെക്കൻഡ് കേസ്. അപ്പോൾ കേസ് 2 ആയിട്ട് നമ്മൾ എസിൻ്റെ വാല്യൂ 1 സെറ്റ് ചെയ്യും. എസിൻ്റെ വാല്യൂ 1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 പ്ലസ് 6 പ്ലസ് 9 ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 5 പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ഇൻറ്റു 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 16 ഈക്വൽ ടു മൈനസ് 5 എന്ന് എഴുതാം. അവിടുന്ന് എൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, മൈനസ് 16 ഡിവൈഡഡ് ബൈ 5 എന്നുള്ളത് കിട്ടും. ഇനി സീൻ്റെ വാല്യൂ കിട്ടിയാൽ മതി. സീൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കേസ് 3 ആയിട്ട് എന്തെടുക്കും, എസിൻ്റെ വാല്യൂ -4 സെറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ -4 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 ഈക്വൽ ടു സി ഇൻറ്റു -5 ആ ഇക്വേഷനിൽ കൊടുത്താൽ മതി കേട്ടോ, ഇൻറ്റു -6 എന്ന് കിട്ടും. അപ്പോൾ അവിടുന്ന് നമുക്ക് സീൻ്റെ വാല്യൂ എന്ത് എഴുതാൻ പറ്റും, സി ഈക്വൽ ടു 1/30 എന്നുള്ളത് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എൻ്റെയും ബീൻ്റെയും സീൻ്റെയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 1ൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടും നമ്മുടെ ഇക്വേഷന്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇൻ്റഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ എടുക്കും. ഇപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്, എൽ ഇൻവേഴ്സ് ലാപ്ലേസ് ഇൻവേഴ്സ് ആണിട്ടുള്ള നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അത് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ഓരോ സെഷനും നമ്മൾ കൊടുക്കാം. അപ്പം ആദ്യം തന്നെ ഹോളിൽ എൽ ഇൻവേഴ്സ് കൊടുക്കുക, എന്നിട്ട് ഇതിന് സ്പ്ലിറ്റപ്പ് ചെയ്യാം. -16/5 25/6 ഒക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് നമുക്ക് ഡയറക്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ -16/5 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s minus 1 plus 25/6 into L inverse of 1/s minus 2 plus 1/30 into L inverse of 1/s plus 4. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s minus 1 എന്ന് പറയുന്നത് e raised to t ഇൻവേഴ്സ് ലാപ്ലാസ് ആണ്. അപ്പോൾ നമുക്കതിനെ -16/5 ഇൻറ്റു e raised to t പ്ലസ് 25/6 ഇൻറ്റു ഇതെന്താണ് എസ് മൈനസ് 2 1/s minus 2 എന്ന് പറയുന്നത് e raised to 2t അപ്പോൾ e raised to 2t പ്ലസ് 1/30 ഇൻറ്റു 1/s plus 4 എന്നുള്ളത് e raised to -14 അപ്പം നമ്മൾ അതിൻ്റെ ഒക്കെ എക്സ്പാൻഡഡ് ഫോം അവിടെ ആ ജനറൽ ഫോം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞിട്ടുള്ള ടാബുലാർ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, ഇതാണ് എന്നുള്ളത് കിട്ടും. അപ്പം ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തരുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കാം. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഒരു പോർഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്നുള്ള പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.